ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്കിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ദിവ്യ എസ് അയ്യർ IAS-ഉം. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. എന്നാൽ ഗാന്ധി പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ യാതൊരു രൂപസാദൃശ്യവുമില്ല എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തം. അനാച്ഛാദനത്തിന് ശേഷം സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി നഗരസഭാ ചെയർമാൻ തന്നെ രംഗത്തെത്തി. നഗരസഭ ചെയ്യണമെന്ന് പറഞ്ഞ രീതിയിലല്ല അവിടെ പ്രതിമ നിർമ്മാണം നടന്ന് ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം വെച്ച് അദ്ദേഹത്തിന്റെ സമയപരിമിതിക്കുള്ളിൽ ചെയ്തു തീർത്തൊരു പ്രതിമയാണ്. തീർച്ചയായിട്ടും അത് പൂർണ്ണ അർത്ഥത്തിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണടയും ഊന്നുവടിയും മാത്രമുണ്ടായാൽ ഗാന്ധിജി ആവില്ല എന്നാണ് പ്രതിമ കണ്ടവരെല്ലാം പറഞ്ഞത്. നഗരസഭയുടെ നടപടി ഗാന്ധിജിയെ അപമാനിക്കുന്നതിന് സമാനമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. സ്ഥലത്ത് പ്രതിഷേധവും നടത്തി. ശില്പി CPM മുൻ കൗൺസിലറാ, മുനിസിപ്പൽ ചെയർമാൻ ശില്പിയൊക്കെ പറയുന്നത് ഇത് കണ്ട ഒരു ആർട്ട് രൂപത്തിലാണ്. ആർട്ടാണെങ്കിലും ഇങ്ങനെയാണോ ഗാന്ധിനെ വികൃതമാക്കുക? ഗാന്ധി ഘാതകരുമായുള്ള CPM-ന്റെ അന്തർധാരയുടെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധി വികൃതമാക്കിയ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവം വിവാദമായതോടെ ഒരു മികച്ച ഗാന്ധി പ്രതിമ ഒരുക്കാൻ ഒരുങ്ങുകയാണ് നഗരസഭ. നിലവിലുള്ള പ്രതിമയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.